ചേട്ടേ അമ്മച്ചി വിളിച്ചേ ഇത് അമ്മച്ചല്ലേ? അമ്മച്ചി അമ്മച്ചി അവിടെ ഞങ്ങൾ വരാം. വയസ്സായി കഴിഞ്ഞാൽ അമ്മയും അപ്പനെയൊക്കെ നോക്കേണ്ടത് മക്കള് തന്നെയാണ്. അല്ലാണ്ട് ഞങ്ങൾക്ക് പറ്റാത്തത് കൊണ്ട് അല്ലെങ്കിൽ ഞങ്ങൾക്ക് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ടാണ് ഞങ്ങൾ അമ്മയെ അവിടെ ആക്കിയത്, ഇവിടെ ആക്കിയത്, അപ്പുറത്താക്കിയത് എന്നൊക്കെ പറയുന്നതിൽ ഒരു അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കുട്ടിക്കാലത്ത് നമ്മുടെ അപ്പനും അമ്മയും വളർത്തുന്ന സമയത്ത് അവരെങ്ങനെയാ വളർത്തിയത്? നമ്മൾ എവിടെ പോയാലും അവരെയും കൊണ്ടുപോയി അവരെ കെയർ ചെയ്തൊക്കെ തന്നെയാണ് വളർത്തുന്നത്, അല്ലെ? ആ ഒരു ബോധം നമുക്കും നമ്മൾ വളർന്ന് വലുതാകുമ്പോൾ ഉണ്ടാവണം. കാരണം ആ അപ്പനും അമ്മയും നമ്മൾ നോക്കണം. അവരെവിടെയൊക്കെ കൊണ്ടാക്കിയാലും നമ്മുടെ കൂടെ ഉള്ളതുപോലെ അവർക്ക് സന്തോഷം വേറെ ഒരിടത്തും കിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു പക്ഷെ അവര് തന്നെ അക്സെപ്റ്റ് ചെയ്ത് പറയും, ആ മക്കള് പൊക്കോ, ഞാൻ അവിടെ നിന്നോളാം, ഇവിടെ നിന്നോളാം എന്ന് പറഞ്ഞാലും അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു വിഷമം കാണും. സ്വന്തം മക്കളോട് വയസ്സാം കാലത്ത് നിൽക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സങ്കടം എന്തൊക്കെ പറഞ്ഞാലും അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ ഉണ്ടാകും. അത് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ ഒരുപാട് അമ്മമാരുമായിട്ടൊക്കെ സംസാരിച്ചിട്ടുള്ളപ്പോഴൊക്കെ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ്. മക്കള് അടുത്തില്ലാത്തത് കൊണ്ടുള്ള ആ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ പല അമ്മമാരും പറയുന്നത് കേട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ അപ്പന്മാര് അങ്ങനെ മാസം പിടിച്ച് നിൽക്കും, എങ്കിലും അമ്മമാരുള്ളിലുള്ള വിഷമം തുറന്നു പറയാറുണ്ട്. യൂസ് ഫാമിലി എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ, ഫാമിലി വ്ലോഗേഴ്സ് ആണ്. ഇവരെ അമ്മയെ കാണാനായിട്ട്, അതായത് ആ ലേഡിയുടെ അമ്മയാണ് കേട്ടോ, അവരെ കാണാനായിട്ട് നാട്ടിൽ വരുന്ന സമയത്ത് റിട്ടയർമെന്റ് ഹോം അങ്ങനെ എന്തോ ഒരു സെറ്റപ്പിൽ വരുന്നുണ്ട് കാണാൻ. അവിടെ നല്ല സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെയാണ്, അവര് ഹാപ്പിയാണ്. കാണാൻ വരുന്ന സമയത്ത് ഇവരൊരു വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നുണ്ട്, കാണാൻ വരുന്നത് ഉൾപ്പെടെ. ആ ഒരു വീഡിയോ വിമർശനങ്ങളും സപ്പോർട്ടുമായിട്ട് നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോഴും എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. UK മോനും കുവൈറ്റിൽ മകളുമായിട്ടാണ് അവരുടെ കുടുംബം കഴിഞ്ഞു പോകുന്നത്. ഒരു മകനും കൂടി ഉണ്ട് കേട്ടോ അമ്മയ്ക്ക്. അവനെ പറ്റിയിട്ടൊന്നും അറിവില്ല, അവൻ നോക്കൂല്ല എന്നൊന്നും എനിക്ക് അറിയത്തില്ല, ഇത് വോട്ടോവർ. പക്ഷേ ഞാനിപ്പോഴും പറയുന്നു, എന്തൊക്കെ പറഞ്ഞാലും ഏതൊരു അമ്മയ്ക്കായാലും അപ്പനായാലും അവരുടെ വയസ്സാം കാലത്ത് മക്കളോട് നിൽക്കുന്ന പോലത്തെ സന്തോഷം ഒരു റിട്ടയർമെന്റ് ഹോമിലും കിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ ഇവിടെ വേറൊരു പ്രശ്നമുണ്ട്. US ഫാമിലി വ്ലോഗ് എന്ന് പറയുന്ന ഇവരുടെ കാര്യത്തിൽ വേറൊരു വിഷയമുണ്ട്. അതും ഞാൻ പറഞ്ഞു തരാം. എന്തായാലും ആദ്യം നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അമ്മച്ചി വിളിച്ചേ ഇത് അമ്മച്ചല്ലേ? അമ്മച്ചി അമ്മച്ചി അവിടെ ഞങ്ങൾ വരാം. അമ്മച്ചി ആ അമ്മ അവിടെ ഹാപ്പി അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹാപ്പിയാണ്. കാരണം ഒരുപാട് സുഹൃത്തുക്കളൊക്കെ ഉണ്ട് സെയിം ഏജിലുള്ള. അങ്ങനെ അവർ മിണ്ടിയും പറഞ്ഞും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവർ അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. അത്രയും കെയർ കിട്ടി അടിപൊളിയായിട്ടൊക്കെ ജീവിക്കാൻ പറ്റുന്ന വലിയൊരു ഭാഗ്യം തന്നെയാണ്, ഇല്ലെന്നൊന്നും പറയുന്നില്ല. പക്ഷെ ഈ വീഡിയോ വന്നതിനെ തുടർന്ന് ഒരുപാട് കമന്റ്സ് കാര്യങ്ങൾ വരുന്നുണ്ട്. നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും ഇവരെ സപ്പോർട്ട് ചെയ്തും വരുന്നുണ്ട്, അല്ലാണ്ടും വരുന്നുണ്ട്. ഇവിടെ വേറൊരു വിഷയമുണ്ട്. അതായത് ഇവര് UK നിന്നിട്ടുണ്ട്, അതുപോലെ തന്നെ കുവൈറ്റിൽ മകളുടെ കൂടെ നിന്നിട്ടുണ്ട്. ഇവർക്ക് വിസയുടെ എന്തോ ഇഷ്യൂസും കാര്യങ്ങളായിട്ടൊക്കെ ഉള്ളത് കൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും പോയി വരാനുള്ള ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ഒരു സംഭവം നിൽക്കുന്നത്. ഇനിയിപ്പം വീണ്ടും തിരിച്ച് UK പോകാൻ നിൽക്കുന്നു എന്നാണ് അറിയുന്നത്. ഓക്കെ, വോട്ടവർ അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, മക്കളുടെ കൂടെ തന്നെയാണ് അമ്മയും അപ്പനും നിൽക്കേണ്ടത്. അല്ലാണ്ട് എനിക്ക് ഇത്തരം വീഡിയോകളൊന്നും ഒരിക്കലും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ പറ്റത്തില്ല. ഏതെങ്കിലും റിട്ടയർമെന്റ് ഹോമിലോ അല്ലെങ്കിൽ അനാഥാലയത്തിലോ എവിടെയെങ്കിലും കൊണ്ടാക്കിയിട്ട് എന്റെ അമ്മ അവിടെ ഹാപ്പിയാണ്, സേഫാണ്, അല്ലെങ്കിൽ എന്റെ അപ്പൻ അവിടെ ഹാപ്പിയാണ്, സേഫാണെന്ന് പറയുന്നതിൽ എനിക്കൊരു അർത്ഥമായിട്ട് തോന്നുന്നില്ല. പിന്നെ നിങ്ങൾക്ക് വിസയോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ശരിയാക്കാൻ കുറച്ച് കാലതാമസം ഉണ്ടെങ്കിൽ അങ്ങനെ കൊണ്ടാക്കിയാലും
അത് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല, കുറച്ച് നാളത്തേക്കല്ലേ എന്ന് വേണമെങ്കിൽ ചിന്തിക്കാം. അത് കഴിഞ്ഞിട്ട് അവരെ കൂട്ടിക്കൊണ്ട് പോവുക എന്നത് തന്നെയാണ് ഏതൊരു മക്കളുടെയും കടമയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അമ്മയല്ലേ മകളുടെ കൂടെ നിൽക്കാൻ പാടില്ല, മകന്റെ കൂടെ അല്ലേ നിൽക്കേണ്ടത്, ഇങ്ങനത്തെ ചിന്തയൊന്നും വേണ്ട. ഏതെങ്കിലും മക്കളോടെ പോവുക, അവർക്ക് ആരുടെ കൂടെ നിൽക്കുമ്പോഴാണ് ഹാപ്പി അവരുടെ കൂടെ അങ്ങ് പോവുക. അല്ലാണ്ട് റിട്ടയർമെന്റ് ഹോമിൽ അവിടെ എവിടെ കൊണ്ടാക്കുന്നത് എനിക്ക് പേഴ്സണലി യോജിപ്പുള്ള ഒരു കാര്യമൊന്നുമില്ല. ഇപ്പൊ കുറച്ച് ദിവസത്തേക്ക് വിസയും കാര്യങ്ങളൊക്കെ ശരിയാക്കാൻ വേണ്ടിയിട്ടൊക്കെ ആണെങ്കിൽ ഓക്കെയാണ്, പോയി നിൽക്കുന്നതിൽ തെറ്റില്ല. അല്ലാണ്ട് കാലാകാലം മൊത്തം അവരുടെ ആ ഒരു അവസാന കാലം മൊത്തം റിട്ടയർമെന്റ് ഹോമിൽ അനാഥാലയത്തിലും അവിടെ കുറെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ കാണും, അവരുമായിട്ട് അങ്ങ് തീരേണ്ടതല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പൊ ഇടയ്ക്ക് അനാഥാലയത്തിന്റെ ഒക്കെ വിഷയം വന്ന സമയത്ത് തന്നെ എന്റെ കിളി പറഞ്ഞിരിക്കുകയാണ്, അനാഥാലയം എന്ന് കേൾക്കുമ്പോഴേ പേടിയാ, സത്യമുള്ള കാര്യം പറയാം. പിന്നെ ഇവിടെ അങ്ങനത്തെ വേറെ വിഷയമൊന്നുമില്ല റിട്ടയർമെന്റ് ഹോമിൽ എന്നാണ് പറയുന്നത്. ഓക്കെ, അതായിക്കോട്ടെ. പക്ഷേ എനിക്കിപ്പോഴും ഒരു പക്ഷേയിൽ തന്നെയാണ് നിർത്താൻ തോന്നുന്നത്. പിന്നെ ഇവർ കൊണ്ടുപോകാൻ നിൽക്കുന്നു, വിസയുടെ എന്തൊക്കെ ഇഷ്യൂസ് കാരണമാണ് അവിടെ കൊണ്ട് നിർത്തി എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അറിയില്ല, അങ്ങനെയാണെങ്കിൽ വീണ്ടും ഒക്കെയാണ്. അല്ലാത്ത പക്ഷം എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. എന്തായാലും കുറച്ച് കമന്റ്സ് ഒന്ന് ഞാൻ വായിക്കാം. ആ കുഞ്ഞു കുട്ടികളും ഇത് കണ്ടു പഠിക്കട്ടെ, ചേച്ചിക്കും ഇതുപോലെ എത്തിപ്പെടാൻ സാധിക്കട്ടെ, അങ്ങനെയാണ് ആൾക്കാർ കമന്റ് ചെയ്യുന്നത്. അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി വളർന്ന് വലുതായി ആ മക്കള് ഇവരെ ഇതുപോലെ റിട്ടയർമെന്റ് ഹോമിൽ കൊണ്ടാക്കാതിരിക്കട്ടെ എന്നുള്ള രീതിയിലാണ്. പിന്നെ ഇവര് തന്നെ അമ്മയെടുത്ത് വേറൊരു കല്യാണം വേണമെങ്കിൽ കഴിക്കാനുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. ആ അമ്മയ്ക്ക് ഒരു താല്പര്യമില്ല, അതിന്റെ ആവശ്യവും അവർക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ടായിരിക്കും അവര് തന്നെ ചൂസ് ചെയ്തത് റിട്ടയർമെന്റ് ഹോം. മക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാകണ്ട എന്ന് പറഞ്ഞായിരിക്കും ഒട്ടുമിക്ക അമ്മമാർ ഞാൻ അവിടെ നിന്നോളാം, അവിടെ നിൽക്കാം എന്നൊക്കെ പറഞ്ഞ് ഓരോ ഓപ്ഷൻസ് ചൂസ് ചെയ്യുന്ന. എന്നാലും ഞാൻ പറഞ്ഞില്ലേ, അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ എപ്പോഴും മക്കളുടെ കൂടെ നിൽക്കുന്ന സന്തോഷം ഏതൊരു സ്വർഗത്ത് പോയി നിന്നു കഴിഞ്ഞാലും കിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അമ്മയുടെ സന്തോഷമാണ്, അമ്മയുടെ ഇഷ്ടമാണെന്നൊക്കെ എത്രയൊക്കെ മക്കൾ പറഞ്ഞാലും അവരുടെ ഉള്ളിൽ അവരുടെ മക്കളുടെ കൂടെ നിൽക്കുന്ന സന്തോഷം ഏതൊരു സ്വർഗത്തിൽ നിന്നാലും കിട്ടില്ല മക്കളെ, അതുള്ള കാര്യമാണ്. നിങ്ങളെയും ഇതുപോലെ എത്തിക്കാൻ ഞാൻ പടച്ചവനോട് പറഞ്ഞിട്ടുണ്ട്. തെറ്റായിപ്പോയി ചേട്ടാ, അമ്മയ്ക്ക് നിങ്ങൾ കൊടുത്ത ഈ സൗകര്യമൊക്കെ അവർ തൃപ്തിപ്പെടും. പക്ഷെ നാളെ നിങ്ങളുടെ മക്കളും നിങ്ങളെ അവിടെ ആക്കുമ്പോൾ നിങ്ങൾക്ക് ഈ സൗകര്യം തൃപ്തിപ്പെടാതെ വരാം. കർമ്മ ഈസ് ബൂമറാങ്. നിങ്ങൾക്ക് എന്തുകൊണ്ട് നിങ്ങളുടെ കൂടെ നിർത്തിക്കൂടാ? പിള്ളേരും ഒപ്പം നിർത്താം, എങ്കിൽ ഒരാളെയും കൂടി നിർത്താൻ പാടില്ലേ? എല്ലാ തെറ്റുകളും നോർമലൈസ് ചെയ്യുമ്പോൾ ഒരു ചെറിയ ഭയം തോന്നും. ഇത് സപ്പോർട്ട് ചെയ്യുന്നവരോട് അമ്മമാരെ ഓർത്ത് പേടിക്കുന്നു. സപ്പോർട്ട് മാത്രമല്ലല്ലോ, ഇങ്ങനെയുള്ള മക്കൾ എക്സ്ട്രാ റെസ്പെക്റ്റും കൊടുക്കണം പോലും. കുറെ കഴിയുമ്പോൾ നിന്നെയും ഇങ്ങനെ നിന്റെ മക്കൾ കാണാൻ വരും. നിങ്ങൾക്കും ഭാവിയിൽ ഇതുപോലെ തന്നെ കിട്ടട്ടെ. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്. പിന്നെ ഇതിനെ സപ്പോർട്ട് ചെയ്ത് ഒരാൾ കമന്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നോർമലൈസ് ചെയ്യേണ്ട കാലം പണ്ടേ കഴിഞ്ഞു. വെൽ ഡൺ for respecting her and making her life comfortable. Also appreciate your hits to upload this in public. ഒരിക്കലും ഉപേക്ഷിക്കുകയല്ല ഇത്, അവരെ ടേക്ക് കെയർ ചെയ്യുകയാണ്. ആ പ്രായത്തിൽ പ്രത്യേകിച്ച് തങ്ങളുടെ പങ്കാളി മരിച്ചു കഴിഞ്ഞാൽ സ്വയം പ്രായത്തിലുള്ളവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനാണ് അവർ ഏറ്റവും ആഗ്രഹിക്കുക. അങ്ങനെയുള്ളവരെ അന്യനാട്ടിൽ കൊണ്ടുപോയി അഡ്ജസ്റ്റ് ചെയ്യാനാകാത്ത അന്തരീക്ഷത്തിലും കാലാവസ്ഥയിലും മുറികളിലും വളച്ചിടുന്നതിനേക്കാൾ എത്ര നല്ലതാണ് ഇത് എന്ന് പറഞ്ഞിട്ട് ഒരാൾ കമന്റ് ചെയ്തിരിക്കുകയാണ്. ഇതൊക്കെ നോർമലൈസ് ചെയ്യേണ്ട കാലമായി എന്നൊക്കെയാണ് പറയുന്നത്. എനിക്ക് നോർമലൈസ് ചെയ്യാൻ പറ്റത്തില്ല കേട്ടാ. എനിക്ക് എന്റെ ഒരു അഭിപ്രായമാണ് പറയുന്നത്. ചിലപ്പം നിങ്ങൾക്ക് എന്റെ അഭിപ്രായത്തോട് യോജിപ്പ് കാണത്തില്ല. ഇതൊക്കെ നോർമലൈസ് ചെയ്യാൻ പറ്റുമായിരിക്കും. എനിക്ക് എന്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ നമ്മുടെ അപ്പനും അമ്മയും അവരുടെ കാലം വരെ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവണം എന്നാണ് എന്റെ ഒരു ആഗ്രഹം. കാരണം അവരപ്പോഴാണ് ഓക്കെ, കംഫർട്ടാണ്, അവർ ഹാപ്പിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഒരു ഇടുക്ക് റൂമിലായാലും ഒരു വലിയ കൊട്ടാരത്തിലായാലും സ്വന്തം മക്കളെ കൂടെ ജീവിക്കാൻ തന്നെയാണ് എല്ലാ അമ്മയും അപ്പനും ആഗ്രഹിക്കുന്നത്. ചിലപ്പോൾ മക്കളുടെ സാഹചര്യം, മക്കൾ UK US അങ്ങും ഇങ്ങൊക്കെ ആകുമ്പം കുഴപ്പമില്ല മോനെ അല്ലെങ്കിൽ മോളെ ഞാൻ ഇവിടെ ഓക്കെയാണ് എന്നേ എല്ലാ അമ്മമാരും പറയും. ആരും അവരെ മക്കളെ ബുദ്ധിമുട്ടിക്കാൻ നിൽക്കത്തില്ല. അറിഞ്ഞു പെരുമാറേണ്ടത് മക്കളാണ് അറിഞ്ഞു പെരുമാറേണ്ടത്. അത് മനസ്സിലാക്കുക. അല്ലാണ്ട് ഒരിക്കലും ഒരമ്മയും ഒരപ്പനും പറയത്തില്ല ഞാൻ ഇവിടെ ഓക്കെ അല്ല, അല്ലെങ്കിൽ എനിക്ക് ഇവിടെ ഓക്കെ അല്ല, നിങ്ങൾ പൊക്കോ, ഞാൻ ഇവിടെ ഓക്കെ ആണെന്നേ പറയത്തുള്ളൂ. എന്റെ അമ്മ തന്നെ പറയുമല്ല, നീ എവിടെയെങ്കിലും പോണെങ്കിൽ പോടാ ജോലിക്ക്, ഞാൻ ഇവിടെ ഓക്കെയാണ് എന്നേ പറയത്തുള്ളൂ. പക്ഷേ അമ്മയുടെ ഉള്ളു എനിക്കറിയാം, ഞാൻ പോയി കഴിഞ്ഞാൽ അമ്മ ഓക്കെ അല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എനിക്കത് അറിയാം. അതുകൊണ്ട് എല്ലാ അമ്മയും അപ്പനും ആഗ്രഹിക്കുന്നത് സ്വന്തം മക്കൾ കൂടെ ഉണ്ടാവണം എന്ന് തന്നെയാണ്. അല്ലാതെ ഇതൊന്നും നോർമലൈസ് ചെയ്ത് സംസാരിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. സ്വന്തം അമ്മയും അപ്പനെയും അനാഥാലയങ്ങളിലോ അല്ലെങ്കിൽ മറ്റു റിട്ടയർ ഹോമിലോ എവിടെയെങ്കിലും കൊണ്ടാക്കുന്ന എല്ലാ മക്കളും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ പിരിഞ്ഞു നിൽക്കാൻ കഴിയുമോ? നിങ്ങൾ നിങ്ങളുടെ സ്വന്തം മക്കളെ ഇതുപോലെ വല്ല അനാഥാലയത്തിലുമാക്കിയിട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയുമോ? അങ്ങനെ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരപ്പനും അമ്മയും അല്ല എന്നേ ഞാൻ പറയത്തുള്ളൂ. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക, നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം മക്കളെ പിരിഞ്ഞു നിൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതുപോലെ തന്നെയാണ് ഓരോ അമ്മമാർക്കും ഓരോ അപ്പന്മാർക്കും നിങ്ങളെയും പിരിഞ്ഞു നിൽക്കാൻ കഴിയില്ല. അത് ആദ്യം ചിന്തിച്ചാൽ ഒന്ന് നല്ലതായിരിക്കും. ഇനി ഇവർക്കെതിരെ വിമർശിച്ചുകൊണ്ട് ഒരു ടീം വീഡിയോ ഇട്ടിട്ടുണ്ട്, ഞാനൊന്ന് കൊടുക്കാം. നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് കാണണം. സ്വന്തം അമ്മയെ കൊണ്ട് പോയിട്ട്
ഓൾഡ് ഏജ് ഹോമിൽ കൊണ്ടുപോയി വിട്ടത്. അവിടെ ഇതമ്മക്കല്ലേ? അമ്മയെ കാണാൻ വേണ്ടി പോകുന്ന കൊച്ചുമക്കളും ഭാര്യയും ഒന്നാക്കനായ മകൻ, അവൻ അങ്ങനെ തന്നെ പറയാൻ പറ്റത്തുള്ളൂ. എന്നിട്ട് താഴെ നിന്ന് അമ്മച്ചി അമ്മച്ചി വിളിയുണ്ട്. ആ പാവം പിടിച്ച അമ്മയെ, അത്രയും മക്കളെയും അവന്റെ കെട്ടുകളെയും അവനെ എവിടെയാണോ ആ രാജ്യത്ത് സ്വന്തം അമ്മയെ പോലും കൊണ്ടുപോയി നിർത്താൻ കഴിയാത്തവൻ, പിന്നെ അവൻ പെൺകോന്തനല്ലാതെ പിന്നെ എന്താണ് അവൻ? ഇത്ര ഇങ്ങനെയൊന്നും പറയണ്ട. എങ്കിലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ, എനിക്ക് യോജിപ്പില്ല കേട്ടോ. ഞാൻ സീരിയസ്ലി പറയാം, എനിക്ക് ഈ ഒരു വിഷയത്തിൽ യോജിപ്പില്ല. ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യരുത് എന്നേ ഞാൻ പറയത്തുള്ളൂ. ഇവരുടെ കേസിലോട്ട് വരുന്ന സമയത്ത് ആ അമ്മയെ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള പേപ്പറും കാര്യങ്ങളൊക്കെ അവർ തയ്യാറാക്കി കൊണ്ട് നിൽക്കുന്നു എന്നാണ് പറയുന്നത്. അറിയില്ല, അങ്ങനെയാണെങ്കിൽ ഓക്കെയാണ്. കുറച്ച് ദിവസത്തേക്ക് അങ്ങോട്ട് മാറ്റി നിർത്തിയതാണെങ്കിൽ വീണ്ടും, കാരണം എന്തെങ്കിലുമൊക്കെ ശരിയായാലല്ലേ ഇവിടെ നിന്ന് ഫ്ലൈറ്റ് ടിക്കറ്റ് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടുള്ള കാര്യമായതുകൊണ്ട് ഓക്കെയാണ്. അല്ലാത്ത പക്ഷം എനിക്കിതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ഒരിക്കലും അംഗീകരിച്ച് തരത്തില്ല. എന്തായാലും ഇത്രയും വിവാദമായ സ്ഥിതിക്ക് അവർ ഇതിനൊരു എക്സ്പ്ലനേഷൻ ഇടുന്നുണ്ട്, കണ്ടുപോക്കാം. ഈ കോവിഡ് വേണ്ടി ഇത്രയും വർഷമായിട്ട് ഇതുവരെ വിസയല്ല. കുവൈറ്റിലുള്ള വ്യക്തികൾക്കറിയാം, ഒരു ഫാമിലി വിസ കിട്ടാൻ, പ്രത്യേകിച്ച് അപ്പനും അമ്മയ്ക്കും കിട്ടില്ല. അതുപോലെ തന്നെ ഒരു വിസിറ്റ് വിസ ഇപ്പൊ റീസെന്റ് ആണ് ഓപ്പൺ ആക്കിയത്. ഓപ്പൺ ആക്കിയ സമയത്ത് തന്നെ അമ്മ നമ്മുടെ കുവൈറ്റിൽ എത്തിയായിരുന്നു. അതിന്റെ വീഡിയോ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ കിടപ്പുണ്ട്. ഒരു വിസ ഓപ്പൺ ആക്കുന്ന സമയത്ത് എന്നെ ആദ്യമായിട്ട് കണ്ടവർക്ക് പോലും അറിയാം. ഞാൻ എല്ലാവരും പറയാൻ നടക്കുമായിരുന്നു, ഒന്ന് പറയണേ വിസിറ്റിംഗ് വിസ ഓപ്പൺ ആക്കുകയാണെന്ന് പറയണേ, എന്റെ അമ്മ ഒറ്റയ്ക്കാണ്, എനിക്കൊന്ന് കൊണ്ടുവരാനാണെന്ന് ഞാൻ എല്ലാവരോടും പറയുമായിരുന്നു. അതുപോലെ തന്നെ അമ്മ പലപ്പോഴും വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു. അമ്മ ഭയങ്കര ഡിപ്രസ്ഡ് ആയിരുന്നു. കുളിയില്ല, നനയില്ല, ഭക്ഷണം ഉണ്ടാക്കാറില്ല, ഇതൊന്നും ഇല്ലാണ്ട് അത്രയും ഡിപ്രസ്ഡ് ആയിട്ടിരുന്നപ്പോൾ ഞങ്ങൾ പലപ്പോഴും ഞങ്ങളുടെ അപ്പനെ അല്ലാണ്ട് വേറൊരു മനുഷ്യനെ ഞങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിലും ഞാൻ എൻ്റെ ചേട്ടനും പറഞ്ഞു, അമ്മ ഒറ്റയ്ക്കാണെങ്കിലും ഞങ്ങളുടെ അപ്പനല്ലാണ്ട് വേറെ ആളെ അക്സെപ്റ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റില്ലെങ്കിലും അമ്മയ്ക്കൊരു കൂട്ടിനായിട്ട് ഞങ്ങൾ വേറൊരാളെ അമ്മയ്ക്ക് കല്യാണം കഴിപ്പിച്ച് തരാമെന്ന് വരെ പറഞ്ഞു. അത് അമ്മയ്ക്ക് അത്രയും പോലും അമ്മയ്ക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലാത്തൊരു കാര്യമായിരുന്നു. അങ്ങനെ എനിക്കാണെങ്കിൽ പോലും എൻ്റെ വീട്ടിൽ ഞാൻ വെക്കേഷൻ ചെയ്യാൻ നിൽക്കുമ്പോൾ പപ്പ ഇല്ലാണ്ട് രാത്രി 6 മണി ഒരു 7 മണി കഴിയുമ്പോൾ എൻ്റെ കണ്ണും തള്ളി ഇങ്ങനെ നിൽക്കുകയാണ്. കാരണം രാത്രിയിൽ ആരെങ്കിലും കള്ളന്മാർ കയറും, ഉറങ്ങാണ്ട് ഞാൻ അമ്മയോട് ആ ദിവസങ്ങളിൽ കൂടാറുണ്ട്. പലരും അമ്മയോട് വന്ന് ചോദിച്ചിട്ടുണ്ട്, യോ ചേച്ചി എങ്ങനെ ഇവിടെ ഈ ഒറ്റയ്ക്ക് ഇത്രയും വലിയൊരു വീട്ടിൽ ഒറ്റയ്ക്ക് എങ്ങനെ കഴിയുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. അതെൻ്റെ അമ്മയുടെ സാഹചര്യമായിരുന്നു. പിന്നെ അമ്മ തന്നെയാണ് ഏറ്റവും അവസാനം ഞങ്ങൾ ഈ കല്യാണത്തിന്റെ ഒരു പ്രപ്പോസൽസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മ തന്നെയാണ് പറഞ്ഞത്, എടി ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഞാനിങ്ങനെ ഗൂഗിളിൽ പലയിടത്തും സെർച്ച് ചെയ്തു, ഞാനിങ്ങനെ ഒരു സ്ഥലത്ത് പോയി, അപ്പം എൻ്റെ ഉള്ളിൽ എനിക്ക് ആഗ്രഹമുണ്ട് അങ്ങനെ ഒരു സ്ഥലത്ത് എൻ്റെ അമ്മയാകും. പക്ഷെ ഞാനും ഈ പബ്ലിക്കിനെ പേടിച്ചിരുന്നു. ഞാൻ ഓർത്തു നാട്ടുകാർ പറയൂലോ, അങ്ങനെ പറയൂലോ, ഇങ്ങനെ പറയൂലോ, മക്കൾ നോക്കിയില്ലത് പറഞ്ഞു, അതുകൊണ്ട് അമ്മ സഫർ ചെയ്തോട്ടെ എന്ന് കുറച്ച് നാൾ ഞാനും ചിന്തിച്ചിരുന്നു. പിന്നെ അമ്മ ഇങ്ങോട്ടൊരു സംശയം ഞാൻ അപ്പം അമ്മ എന്നോട് അപ്പോഴും പറഞ്ഞു, എടി റോണിമോൻ എന്നെ ഇത്രയും പൊന്നു പോലെ നോക്കിയിട്ടും ഏറ്റവും അവസാനം നോക്കിയില്ല, കൊണ്ടുപോയി തള്ളിയിട്ടു എന്നുള്ള നമ്മൾ നാട്ടുകാരെ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. എന്റെ അമ്മയുടെ സേഫ്റ്റി, എന്റെ അമ്മയുടെ കംഫോർട്ട്നെസ്, ഹാപ്പിനെസ്. ഓക്കെ, ഇവിടെ നാട്ടുകാർ പറയുന്ന ഒരു കേസ് പറയുന്നുണ്ട് കേട്ടോ. നാട്ടുകാരൊന്നും നമ്മൾ നോക്കിയല്ല നമ്മുടെ അമ്മയപ്പനെ നോക്കേണ്ടത്, അത് വേറൊരു കേസ്. പിന്നെ എന്റെ അമ്മയുടെ സേഫ്റ്റി, എന്റെ അമ്മയുടെ സന്തോഷമാണെന്ന് ഇവിടെ ഈ ലേഡി പറയുന്നുണ്ട്. ഓക്കെ, അത് തന്നെയാണ് ആവശ്യം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരമ്മമാരും പറയത്തില്ല എനിക്ക് നിങ്ങളോട് വരണം എനിക്ക് വേറെ അടുത്ത് നിൽക്കാൻ പറ്റത്തില്ല എന്നൊന്നും പറയത്തില്ല. അമ്മമാര് പറയും, നിങ്ങൾ പൊക്കോ, ഞാൻ അവിടെ ഹാപ്പിയാണ്, ഞാൻ അവിടെ നിന്നോളാം എന്നേ പറയത്തുള്ളൂ. കാരണം നിങ്ങളുടെ ഭാവി, നിങ്ങളുടെ കരിയർ എല്ലാ അപ്പനും അമ്മയും നോക്കും എന്നുള്ളൊരു കാര്യം സത്യസന്ധമായ കാര്യം തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിന്തിച്ചു നോക്ക്, എല്ലാ മക്കളും ചിന്തിച്ചു നോക്ക്. നിങ്ങളുടെ സ്വന്തം മക്കളെ നിങ്ങൾക്ക് വല്ലയിടത്തും ആക്കിയിട്ട് സമാധാനത്തോടെ പോകാൻ പറ്റുമോ? അത്രയും ചിന്തിച്ചാൽ മതി. ആ സമയത്ത് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? അയ്യോ എന്റെ മക്കൾ എനിക്ക് അവരെ കൂടെ ഉണ്ടാവണം എന്നല്ലേ തോന്നാറുള്ളത്. അതുപോലെ തന്നെയാണ് എല്ലാ അമ്മമാർക്കും അവരുടെ മക്കൾ കൂടെ ഉണ്ടെങ്കിൽ അത്രയും ഹാപ്പിയാണ്, സന്തോഷമാണ്. ഇതേ ഞാൻ മനസ്സിലാക്കുന്നുള്ളൂ. ചിലപ്പം എനിക്ക് വിമർശനങ്ങൾ വന്നേക്കാം, അവരുടെ സാഹചര്യമാണ്, അവർക്ക് ജീവിക്കണ്ടേ, അവരുടെ ജോലി കാര്യങ്ങളൊക്കെ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ. ഓക്കെ ആണ്, എല്ലാം അവരവരുടെ ഇഷ്ടം. പക്ഷെ ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു, എനിക്ക് യോജിപ്പില്ല. ഇനിയിപ്പം അപ്പനെയും കൂടെ നിർത്താൻ പറ്റാത്ത ജോലി കിട്ടിയ എനിക്ക് ആ ജോലി വേണ്ട എന്നേ ഞാൻ പറയത്തുള്ളൂ. ഓക്കെ, ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് പുതിയൊരു വീഡിയോ ഇടണം.